ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള പി എസ് സിയുടെ റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ സോഴ്സസുമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മുൻവർഷത്തെ റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിന്റെ ഉറവിടമാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ എക്സാമിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പരിശോധിക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 414/2025 ആണ്. റിസർച്ച് ഓഫീസർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 24,415 ആപ്ലിക്കൻസ് ആണുള്ളത്. 18/6/2026 പരീക്ഷ നടക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി 23/3/2026 മുതൽ 11/4/2026 വരെയായിരുന്നു. അഡ്മിഷൻ ടിക്കറ്റ് 4/6/2026 മുതൽ അവൈലബിൾ ആയി തുടങ്ങും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ വിച്ച് ഈസ് ഫ്രീ ഫ്രം സാമ്പിളിംഗ് എറേഴ്സ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സെൻസസ് സർവേ, സാമ്പിളിംഗ് സർവേ, ക്വാട്ട സാമ്പിളിംഗ്, ഓൾ ഓഫ് ദ എബോവ് എന്നാണ്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് സെൻസസ് സർവേ, ഓപ്ഷൻ എ സെൻസസ് സർവേ ആണ്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ എസ് സി ഗുപ്ത ആൻഡ് വി കെ കപൂർ, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ബൈ എസ് പി ഗുപ്ത. ഓക്കെ, ഇതാണ് നമ്മുടെ സോഴ്സ് ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, the variance of the mean of a sample from a systematic sampling inflates its if correlation between unit in the sample is. Options A positive, B negative, C 0, D all of the above. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് അതിനു മുൻപ് ആൻസർ നോക്കുകയാണെങ്കിൽ എ പോസിറ്റീവ് ആണ്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ സാമ്പിളിംഗ് ടെക്നിക്സ് ബൈ വില്യം ജി കൊഹ്റാൻ, അതുപോലെ സർവേ സാമ്പിളിംഗ് ബൈ മൂർത്തി. ഓക്കെ, ഈ ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റെഫറൻസ് ബുക്സിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ക്ലസ്റ്റർ സാമ്പിളിംഗ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ cluster sampling will be efficient if the variation between cluster means is as large as possible, while variation within the cluster is as small as possible. B, cluster sampling will be efficient if the variation between cluster means is as small as possible, while variation within the clusters is as large as possible. C option, cluster sampling will be efficient if the variation between cluster means and within the clusters are as small as possible, and D none of these എന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് സാമ്പിളിംഗ് ടെക്നിക്സ് കൊഹ്റാൻ, ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ബൈ ഹോഗ് ആൻഡ് ക്രെയ്ഗ്. ഓക്കെ, ഈ റെഫറൻസുകളിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ഇൻ ക്ലാസിഫിക്കേഷൻ data are arranged according to differences, resemblance, ratios, all of the above. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി റിസംബ്ലൻസ് ആണ്. സോഴ്സ് ബിസിനസ് സ്റ്റാറ്റിക്സ് ബൈ എസ് പി ഗുപ്ത, സ്റ്റാറ്റിക്സ് ഫോർ മാനേജ്മെന്റ് ലെവിൻ ആൻഡ് റൂബിൻ. ഓക്കെ, അടുത്ത ചോദ്യം, the heading of rows given in the first column of a table is called titles, captions, stubs, subtitle. ഓക്കെ, അപ്പോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റബ്സ്. അപ്പോ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ ഗൂൺ, ഗുപ്ത ആൻഡ് ദാസ് ഗുപ്ത ആണ്. ആറാമത്തെ ചോദ്യം, ഇൻ ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസിഫിക്കേഷൻസ് ദ ഡേറ്റ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ക്ലാസ് വിഡ്ത്, മിഡ് വാല്യൂ, ഫ്രീക്വൻസി, ക്ലാസ് ഇന്റർവെൽസ്. അപ്പോ ആൻസർ ആയിട്ട് വരുന്നത് ക്ലാസ് ഇന്റർവെൽസ് ആണ്. സോഴ്സ് പരിശോധിക്കുമ്പോൾ സ്റ്റാറ്റിക്സ് ബൈ എസ് സി ഗുപ്ത ആൻഡ് എൻ സി ആർ ടി ക്ലാസ് 11 സ്റ്റാറ്റിക്സ് 11th ക്ലാസ്സിലെ എൻ സി ആർ ടിയുടെ സ്റ്റാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എല്ലാം ആണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് കൺസ്യൂംഡ് ബൈ എ ഫാമിലി. ഹിസ്റ്റോഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം, ഓൾ ഓഫ് ദ എബോവ്. അപ്പോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പൈ ഡയഗ്രാം. അതിന്റെ സോഴ്സ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ എസ് പി ഗുപ്ത, എൻ സി ആർ ടി ക്ലാസ് 11 സ്റ്റാറ്റിസ്റ്റിക്സ്. എട്ടാമത്തെ ചോദ്യം, വിച്ച് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എ അരിത്മെറ്റിക് മീൻ, ബി മീഡിയൻ, സി മോഡ്, ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോ
അരിത്തമെറ്റിക് മീൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ സോഴ്സ് പരിശോധിക്കുമ്പോൾ NCERT-യുടെ ക്ലാസ് 11 സ്റ്റാറ്റിക്സിന്റെ പുസ്തകം, അതുപോലെ ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിക്സ് ബൈ ഗൂൺ എറ്റ് അലി. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ പോസിറ്റീവ് skewed distribution, the relation between mean, median and mode is mean greater than mode greater than median, median greater than mean greater than mode, mean greater than median greater than mode, none of these. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ്. ഇതാണ് നമ്മുടെ ഉത്തരം. അതിന്റെ സോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ബൈ SP ഗുപ്ത, അതുപോലെ NCERT-യുടെ ക്ലാസ് 11 സ്റ്റാറ്റിക്സ് പുസ്തകത്തിൽ നിന്നും ഈ ഒരു ചോദ്യം. ഇതൊക്കെയാണ് ഈ ഒരു ചോദ്യത്തിന്റെ റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. 10ാമത്തെ ചോദ്യം, which measure is used to calculate the variation among observations in unit of the variable? Coefficient of variation, variance, coefficient of skewness, all of the above. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് ബൈ ഗുപ്ത ആൻഡ് കപൂർ ആണ്. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യം, if x is distributed normal as 0, 1 and y equal to x square, then the covariance of x and y is എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഓപ്ഷൻ ആയിട്ട് വരുന്നത് +1, -1, 0, 0.5. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി മോഡൽസ് ബൈ ഷെൽഡൻ റൂസ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ബൈ ഹൂഗ് ആൻഡ് ക്രെയ്ഗ്, ഓക്കെ, എന്നിവയാണ്. 12ാമത്തെ ചോദ്യം, if most of the points lie in the first and third quadrants of a scatter diagram, then the coefficient of correlation is options positive, negative, 0, all of the above എന്നാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പോസിറ്റീവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ലെവിൻ ആൻഡ് റൂബിൻ ആണ്. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യമാണ്, എ മെഷർ വിച്ച് എക്സാമിൻസ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ എ ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആഫ്റ്റർ ഫാക്ടറിംഗ് ഔട്ട് ദ എഫക്ട് ഓഫ് അതർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ്. ഓപ്ഷൻസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, മൾട്ടിപ്പിൾ കോറിലേഷൻ കോഎഫിഷ്യന്റ്, പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യന്റ്, നൺ ഓഫ് ദീസ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, പാർഷ്യൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് അപ്ലൈഡ് റിഗ്രഷൻ അനാലിസിസ് ബൈ ഡ്രാപ്പർ ആൻഡ് സ്മിത്ത് ആണ്. അടുത്തത് 14ാമത്തെ ചോദ്യം, എ മെഷർ യൂസ്ഡ് ടു സ്റ്റഡി ദ പോസിബിൾ പ്രസൻസ് ഓഫ് മൾട്ടികൊളീനിയാരിറ്റി ഈസ്. ഓപ്ഷൻസ് ഡർബിൻ വാട്സൺ സ്റ്റാറ്റിക്സ്, റെസിഡ്യുവൽ പ്ലോട്ട്, കോറിലേഷൻ മെട്രിക്സ്, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കോറിലേഷൻ മെട്രിക്സ് ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എക്കണോമെട്രിക്സ് ബൈ ദാമോദർ ഗുജറാത്തി. 15ാമത്തെ ചോദ്യം, solutions which satisfy the linear constraints of non-negativity conditions of a LLP is called optimal solution, feasible solution, unbounded solution, all of the above. ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ച് ബൈ ഹംദി താഹ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഫീസിബിൾ സൊല്യൂഷൻസ് ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, the maximum value of x square plus y square less than or equal to 1 is. Options 0, 1, 2, none of these. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 2 ആണ് ഉത്തരം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത് ഓപ്പറേഷൻ റിസർച്ച് ബൈ ഹംദി താഹ ആൻഡ് ലീനിയർ പ്രോഗ്രാമിംഗ് ബൈ കാന്തി സ്വരൂപ് ആണ്. 17ാമത്തെ ചോദ്യം, മൂവിംഗ് ആവറേജ് മെത്തേഡ് ഓഫ് ഫിറ്റിംഗ് ട്രെൻഡ് റിമൂവ്സ് ദ എഫക്ട് ഓഫ് cyclic variations, irregular variations, long term variations, short term variations. ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഷോർട്ട് ടേം വേരിയേഷൻസ് ആണ് ഉത്തരം. അതിന്റെ സോഴ്സ് ബിസിനസ് സ്റ്റാറ്റിക്സ് ബൈ SP ഗുപ്ത, ടൈം സീരീസ് അനാലിസിസ് ഗൂൺ, ഗുപ്ത ആൻഡ് ദാസ് ഗുപ്ത. 18ാമത്തെ ചോദ്യം, a cycle in a time series is the difference between A, the endpoints of convex portion, B, the midpoints of trough and the crest, C, endpoints of concave portion, D, none of these. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല, നൺ ഓഫ് ദീസ് ആണ് ഉത്തരം.
സോഴ്സ് ടൈം സീരീസ് അനാലിസിസ്, ഗൂൺ, ഗുപ്ത ആൻഡ് ദാസ് ഗുപ്ത. 19ാമത്തെ ചോദ്യം, the price quotations for a consumer price index numbers are collected from retailers, wholesale dealers, government depots, all of the above. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, റീറ്റെയിലേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാറ്റിക്സ് ബൈ SP ഗുപ്ത ആൻഡ് ഇന്ത്യൻ എക്കണോമി ബൈ ദത്ത് ആൻഡ് സുന്ദരം. ഓക്കെ. 20ാമത്തെ ചോദ്യം, സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് ബർത്ത് 10,000 originating a life table is called options birth rate, radix, cohort, all of the above. അപ്പോൾ ഓപ്ഷൻ ബി റാഡിക്സ് ആണ് ഉത്തരം. സോഴ്സ് ഡെമോഗ്രഫി ബൈ SN അഗർവാൾ ആൻഡ് ഫണ്ടമെന്റൽസ് ഓഫ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് ബൈ ഗുപ്ത ആൻഡ് കപൂർ ആണ്. 21ാമത്തെ ചോദ്യം, ഈച്ച് ഓഫ് 2 students tosses 3 unbiased coins. What is the probability that they obtain the same number of heads? 1/16, 3/16, 5/16, none of these. അപ്പോൾ ഇതിന്റെ സോഴ്സ് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി ഷെൽഡൻ റോസ്, ടോംസ് ഔട്ട്ലൈൻ പ്രോബബിലിറ്റി ബൈ ലിപ്ഷ്യൂട്സ്. ഓക്കെ. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 5/6. ഇനി 22ാമത്തെ ചോദ്യം, if A and B are two independent events such that P of A is equal to 1/3 and P of B is equal to 1/5 and P of A by B plus P of B by A is equal to 2/3, then P of A complement union B complement is. അതാണ് ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് 1/12 തന്നിട്ടുണ്ട്, 11/12 തന്നിട്ടുണ്ട്, 10/12, 5/12. ഓക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ് ബൈ മോറിസ് ഡി ഗ്രൂട്ട്, ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി മോഡൽസ് ബൈ ഷെൽഡൻ റോസ്. അടുത്തത്, ഇൻ എ റാൻഡം അറേഞ്ച്മെന്റ് ഓഫ് ദ ലെറ്റർ ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ദ വവൽസ് കം ടുഗെദർ ഈസ്. ഓപ്ഷൻസ് 4/146, 5/126, 6/156, 4/165. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഹയർ ആൾജിബ്ര ബൈ ഹാൾ ആൻഡ് നൈറ്റ്, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ബൈ കെന്നത്ത് റോസൻ. 24ാമത്തെ ചോദ്യം, ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു ഇൻഡിപെൻഡന്റ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസ് വിത്ത് മീൻസ് 1/2 and 1/4 respectively. Then the distribution of minimum x, y is answers exponential with means 3/4, exponential with mean 1, exponential with mean 1/6 and none of these ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എക്സ്പോണൻഷ്യൽ വിത്ത് മീൻ 1/6. അതാണ് ഉത്തരം. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി മോഡൽസ് ബൈ ഷെൽഡൻ റോസ്. 25ാമത്തെ ചോദ്യം, if x is a uniform random variable defined over 0, 5, the probability that the roots of the equation 4a square plus 4xa plus x plus 2 are real is. ഓപ്ഷൻസ് വായിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 3/5 ആണ്, ഓപ്ഷൻ ബി 1/5, ഓപ്ഷൻ സി 2/5, ഓപ്ഷൻ ഡി none of these ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ബൈ ഹോഗ് ആൻഡ് ക്രെയ്ഗ്, പ്രോബബിലിറ്റി ചോംസ് സീരീസ്. 26ാമത്തെ ചോദ്യം, what is the expected number of failures preceding the first success in an infinite series of independent trials with constant probability P of success in each trial? Options are Q/Q, P/Q, 1/P, 1/Q. അപ്പോൾ ഇതാണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ Q/Q ആണ്. അപ്പൊ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി മോഡൽസ് ബൈ ഷെൽഡൻ റോസ്. അടുത്ത ചോദ്യം, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് വിത്ത് പാരാമീറ്റേഴ്സ് n, p and n, s respectively, if p less than s, which of the following relation is true for x and y? അപ്പോൾ p of x less than or equal to x equals p of y less than or equal to x. B option, p of x less than or equal to x greater than or equal to p of y less than or equal to x. C option, p of x less than or equal to x less than or equal to p of y less than or equal to x and none of these. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ബൈ ഹോഗ് ആൻഡ് ക്രെയ്ഗ് ആണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 28ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് is true for a
പോയിസൺ റാൻഡം വേരിയബിൾ എക്സ് വിത്ത് പാരാമീറ്റർ എ. അപ്പോ ഈ ഒരു ചോദ്യത്തിന്റെ ആക്ഷൻ expectation of x equal to a times expectation of x square plus 1. Then the next option, a times expectation of x plus 1 equal to expectation of x square. C, a times expectation of x square equal to expectation of x. And D, none of these ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് statistical inference by Kessler and Berger, introduction to probability models by Sheldon rules. ഇനി അടുത്ത 29ാമത്തെ ചോദ്യം. For n greater than 4 and n less than 30, the T distribution is options leptokurtic, mesokurtic, platykurtic and unimodal. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ബൈ കേസല്ല ആൻഡ് ബർജർ ആണ്. 30ാമത്തെ ചോദ്യം. For a normal curve, the QD, MD and SD are in the ratio 5:7:6, 2:4:9, 2:3:4, 10:12:15. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 10:12:15 ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് ബൈ ഗുപ്ത ആൻഡ് കപൂർ ആണ്. 31ാമത്തെ ചോദ്യം. If the variance of an estimator attains the CR lower bound, the estimator is options most efficient, consistent, sufficient, all of the above. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മോസ്റ്റ് എഫിഷ്യന്റ്. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഹോപ്പ്, മെക്കീൻ ആൻഡ് ക്രെയ്ഗ്, ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ആൻഡ് കേസല്ല ആൻഡ് ബർജർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യന്റെ. 32ാമത്തെ ചോദ്യം. For a random sample x1, x2, x3 from u theta to theta, the unbiased estimator of theta is. ആൻസർ എന്ന് പറയുന്നത് മിനിമം xi, മാക്സിമം xi, 1/3 times minimum xi plus maximum xi, 1/2 times minimum xi plus maximum xi. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1/3 times minimum xi plus maximum xi ആണ്. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേസല്ല ആൻഡ് ബർജർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് അടുത്തത് റോഹാറ്റ്ഗി ആൻഡ് സാലി ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഇതാണ് റെഫറൻസ് ആയിട്ട് നമുക്ക് വരുന്നത്. 33ാമത്തെ ചോദ്യം. If x1, x2, etc. up to xn is a random sample from n 0 theta, a complete statics for theta is. Options xi, x1 square, x bar, all of the above. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, x1 സ്ക്വയർ ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേസല്ല ആൻഡ് ബർജർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ലേമാൻ ആൻഡ് കേസല്ല തിയറി ഓഫ് പോയിന്റ് എസ്റ്റിമേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എ സ്റ്റാറ്റിക്സ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ എ സെറ്റ്, type 1 error, number of independent observations in a set, none of these. അപ്പോൾ ഇതിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത് മൂഡ്, ഗ്രേബിൾ ആൻഡ് ബോസ്, ഇൻട്രൊഡക്ഷൻ ടു ദ തിയറി ഓഫ് സ്റ്റാറ്റിക്സ് ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. Given a random sample x1, x2, etc. up to xn from the distribution with density functions f of x theta equal to 1 plus theta divided by x square plus theta the whole square, 1 less than or equal to s less than or equal to infinity, theta greater than 0, a best critical region for testing the null hypothesis h0 such that theta equal to theta 0 against h1 such that theta greater than theta 0 is എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് set of x such that x bar plus 1 divided by 1 plus theta greater than 0.05, x such that x bar plus 1 divided by 1 plus theta less than 0.05, x such that log x bar plus 1 divided by 1 plus theta greater than 0.05 and none of these ആണ്. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ലേമാൻ ആൻഡ് റൊമാനോ, ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് ആൻഡ് കേസല്ല ആൻഡ് ബർജർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ്. 36ാമത്തെ ചോദ്യം. If
P1 and P2 are not identical, the standard error of the difference of properties P1 minus P2 is options root of P1 Q1 divided by N1 plus P2 Q2 divided by N2, B P1 Q1 plus P2 Q2 divided by N1 plus N2, C P1 Q1 divided by N1 plus P2 Q2 divided by N2, and D none of these ആണ്. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഗുപ്ത ആൻഡ് കപൂർ ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിക്സ് ആണ്. 37. The hypothesis that the population variance has a specified value can be tested by options chi-square test, F test, T test, all of the above. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വാൽപോൾ അറ്റ് ലീ ദ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് ആൻഡ് സയന്റിസ്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് chi-square ടെസ്റ്റ് ആണ്. അടുത്തത് 38ാമത്തെ ചോദ്യം. How will affect the power of a test if the size of a test is reduced? Options increases, decreases, no change, all of the above. കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡിക്രീസസ്. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേസല്ല ആൻഡ് ബെർജർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ്. 39ാമത്തെ ചോദ്യം. The assumption for testing the equality of several population means by F test is options populations are correlated, population variances are heterogeneous, population variances are homogeneous, all of these. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മോണ്ടഗോമറി ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മോണ്ടഗോമറി ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫോർ ആൻ A cross B contingency table, the degrees of freedom equals A plus B into A minus B, A plus 1 into B plus 1, A minus 1 into B minus 1, AB minus 2. സോഴ്സ് എന്ന് പറയുന്നത് അഗസ്റ്റിയുടെ കാറ്റഗറിക്കൽ ഡേറ്റ അനാലിസിസ് ആണ്. 41ാമത്തെ ചോദ്യം. മാച്ച് ദ ഫോളോയിങ് 5-year പ്ലാൻ വിത്ത് ദെയർ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. അപ്പോ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഇത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് തേർഡ് 5-year പ്ലാൻ. തേർഡ് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ മേക്ക് എ സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി ആണ്. സെക്കൻഡ് ഫോർത്ത് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. ഫിഫ്ത്ത് 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ അത് അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ് ആണ്. 9th 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി ആണ്. അപ്പോൾ കറക്റ്റ് മാച്ചിങ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1C, 2B, 3A ആൻഡ് 4D ഇതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദത്ത് ആൻഡ് സുന്ദരം ഇന്ത്യൻ എക്കണോമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 42ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് the aims of the methanol economy program initiated by Niti Aayog are correct? Reduce oil import bills, reduce greenhouse gases, convert Indian coal reserves and municipal solid waste into methanol, create new jobs by setting up methanol plants. അപ്പോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി വരും. ഓക്കെ, പല ആൻസേഴ്സിലും പല സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നീതി ആയോഗ് ഒഫീഷ്യൽ റിപ്പോർട്ട്സ് ആണ്. അടുത്തത് എമംഗ് ദ ഫോളോയിങ് ഹു ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ദ ഗവേണിംഗ് കൗൺസിൽ ഓഫ് നീതി ആയോഗ് ആണ്. അപ്പോ പ്രസിഡന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, Prime Minister, Government of India, ex-officio members, Niti Aayog, and Chief Minister, Government of Kerala. ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പ്രസിഡന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നീതി ആയോഗ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അടുത്തത് which of the following is or are not true about the recommendation made by the 15th Finance Commission? First, the share of the states in the shareable amount of taxes is increased from 41% to 45%. All states must constitute a state finance commission SFC or on or before March 2024. അടുത്തത് the professional tax levied by the local governments may be kept unchanged for the next 5 years. അടുത്ത ഓപ്ഷൻ the size of the grant to total government can be 20% of the state share. അപ്പൊ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓൾ സ്റ്റേറ്റ്സ് മസ്റ്റ് കൺസ്റ്റിറ്റ്യൂട്ട് എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ SFC ഓൺ ഓർ ബിഫോർ മാർച്ച് 2024. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് 15th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ടാണ്.
45ാമത്തെ ചോദ്യം. The first State Finance Commission of Kerala was constituted on 23rd April 1994, 23rd April 2004, 1st April 1995, 1st April 2005. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് റെക്കോർഡ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 23rd April 1994 ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The special purpose of vehicle SPV for implementation of major projects in local self-government in Kerala is Invest Kerala, Kerala Development Limited, Ardhram Kerala, Impact Kerala. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സ് ആയിട്ട് വരുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അല്ലെങ്കിൽ കിഫ്ബി ഡോക്യുമെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which among is not a part of document submitted to the parliament along with budget speech by the finance minister? Options: statement of income from direct and indirect taxes, annual financial statement, output outcome monitoring framework, demands for grants. അപ്പോൾ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ബജറ്റ് ഡോക്യുമെന്റ്സ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. 48ാമത്തെ ചോദ്യം. The scheme associated with providing records of rights to the property owners in rural area by Government of India is options: Mission Karmayogi, Sahakar Mitra Scheme, Stand Up India Scheme. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വമിത്വ സ്കീം ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്തി രാജ് ആണ്. 49. The first scientific attempt to measure national income of India in 1931 was made by Vadiyan Joshi, V.K.R.V. Rao, Dadabhai Navroji, Shah and Kambata. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, V.K.R.V. റാവു ആണ്. അപ്പോൾ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദത്ത് ആൻഡ് സുന്ദരം ഇന്ത്യൻ എക്കോണമി. 9ാമത്തെ ചോദ്യം. Among the following, which are the schemes that network to provide bare necessities to a household by the government of India? അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ, സൗഭാഗ്യ യോജന. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇക്കണോമിക് സർവേ ഓഫ് ഇന്ത്യ ആണ്. 51ാമത്തെ ചോദ്യം. Assume that a country produces only bread and it's produced 2000 units of bread for the year 2010 at a price of Rs 25 per bread. In 2011, the total amount of bread it produced increased to 2200 and the price was Rs 30 per bread. Taking 2010 as a base year, what is the GDP deflator in percentage terms? ഇപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് 20%, 80%, 100%, 120%. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 120%. ഈ ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് എൻ ഗ്രിഗറി മാൻകേവ്, ദ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് ഡോൺ ബുഷ് ആൻഡ് ഫിഷർ, മാക്രോ എക്കണോമിക്സ്. ഈ റെഫറൻസുകളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 52ാമത്തെ ചോദ്യം. ദ മിനിസ്ട്രി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് നോക്കാം. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, മിനിസ്ട്രി ഓഫ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, MOSPA പബ്ലിക്കേഷൻ. അടുത്തത് 53ാമത്തെ ചോദ്യം. Which of the following is not correct? ഓപ്ഷൻസ് നോക്കാം. NNP-FC is equal to GDP-MP minus depreciation plus net income from abroad minus indirect taxes plus subsidies. Option B. NDP-MP is equal to NNP-FC minus net income from abroad plus indirect taxes minus subsidies. Option C. NDP-FC is equal to GNP-FC minus depreciation plus net income from abroad minus indirect taxes plus subsidies. Option D. GDP-MP is equal to NNP-MP minus net income from abroad plus depreciation. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ദത്ത് ആൻഡ് സുന്ദരം ഇന്ത്യൻ ഇക്കണോമി, അതുപോലെ NCERTയുടെ ക്ലാസ് 12 മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റും ഈ ഒരു ക്വസ്റ്റ്യന്റെ റെഫറൻസ് ആണ്. അടുത്തത് 54ാമത്തെ ചോദ്യം. നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്
under the Department of Industries and Commerce, Government of Kerala for the year 2019-20 are options 32, 42, 52, 62. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ഇക്കണോമിക് റിവ്യൂ 2019-20 ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി 42 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. 55ാമത്തെ ചോദ്യം. As per the population census of 2011, among the following district which has a lower literacy rate than the overall literacy rate of state of Kerala? അപ്പോൾ ഓപ്ഷൻസ് തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം. ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സെൻസസ് ഓഫ് ഇന്ത്യ 2011. അടുത്തത്, among the following sentences choose the wrong one. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. Since independence, Andaman and Nicobar Islands has shown highest increase in sex ratio, where Daman and Diu has shown a largest decrease in sex ratio. B. As per census 2011, taking all states and union territories of India, Puducherry and Kerala are the only regions where the sex ratio is more than 1000. Option C. As per census 2011, a child sex ratio in all states and union territories of India are less than 1000. Option D. The overall sex ratio of India has been on an increase in every census since independence. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. The overall sex ratio of India has been on an increase in every census since independence. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് 2011ലെ സെൻസസ് ഓഫ് ഇന്ത്യ ആണ്. 57ാമത്തെ ചോദ്യം. Among the following, which is not one of the criteria used to measure the deprivation of socio-economic and caste census in 2011? Options: households with no able-bodied members. Option B, female-headed households. Option C, households with only one room with no solid walls and roofs. Option D, households with out of sanitary latrine. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹൗസ് വിത്ത് ഔട്ട് എ സാനിറ്ററി ലാട്രിൻ. സോഴ്സ് എന്ന് പറയുന്നത് SCCC 2011 മെത്തഡോളജി. 58ാമത്തെ ചോദ്യം. According to the economic survey of 2020-21, the highest rice and wheat producing state in India are. Options വായിക്കാം. West Bengal and Uttar Pradesh, West Bengal and Punjab, ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ആൻഡ് പഞ്ചാബ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. വെസ്റ്റ് ബംഗാൾ ആൻഡ് ഉത്തർപ്രദേശ് ആണ്. ഈ ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇക്കണോമിക് സർവേ 2020-21 ആണ്. അടുത്തത്, മാച്ച് ദ ഫോളോയിങ് റിലേറ്റഡ് ടു പോവർട്ടി എസ്റ്റിമേഷൻ ഇൻ ഇന്ത്യ. അപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, വർക്കിംഗ് ഗ്രൂപ്പ് മിനിമം റിക്വയർമെന്റ് ഓഫ് ഹെൽത്തി ലിവിംഗ്. അടുത്തത് VM ഡെൻഡേക്കർ ആൻഡ് R Rath കാലോറി നോംസ്. അടുത്തത് ടെൻഡുൽക്കർ കമ്മിറ്റി മിക്സഡ് റെഫറൻസ് പീരീഡ്. അടുത്തത് രംഗരാജൻ കമ്മിറ്റി പോവർട്ടി ലൈൻ RS 972 in rural areas and RS 1407 in urban areas. അപ്പോൾ ഇതാണ് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു മാച്ചിങ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇക്കണോമിക് സർവേ ദത്ത് ആൻഡ് സുന്ദരമാണ്. അടുത്തത്, ദ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ in consultation with RBI for the year April 1st, 2021 to March 31, 2026 is set as 4% with the upper tolerance level of 6% and lower tolerance level of 2%. Option B, 4.5% with upper tolerance 5.5% and lower tolerance 3.5%. Option C, 3.5% with upper tolerance 5.5 and lower tolerance 1.2. Option D, 4% with upper tolerance 5.5 and lower tolerance 2.5. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, 4% ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് RBI മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് ആണ്. അടുത്ത ചോദ്യം, as per the notification of Government of India March 2021, the daily wage of Mahatma Gandhi National Rural Employment Guarantee Scheme unskilled manual worker for the year 2021 in Kerala is Rs
RS281, RS291, RS301 and RS311. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 291 റുപ്പീസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP ഈസ് നോട്ട് ട്രൂ ആണ്. ഓപ്ഷൻസ് നോക്കാം. The maximum cost of project per unit in manufacturing sector is Rs 25 lakhs. Option B, individuals, SHGs, production cooperative societies and charitable trusts are eligible to apply. Option C, Khadi and Village Industries Commission KVIC is the implementing agency of the scheme. Option D, there is no minimum educational qualification for applying for the scheme. അപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദർ ഇസ് നോ മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ അപ്ലൈയിങ് ഫോർ ദ സ്കീം ആണ് ഉത്തരം. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് KVIC ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഗൈഡ് ലൈൻസ് ആണ്. അടുത്ത 63ാമത്തെ ചോദ്യം, ദ സ്കീം announced by the government of India to create a new employment and restoration of loss of employment during COVID-19 is Pradhan Mantri Garib Kalyan Yojana PMGKY, Atmanirbhar Bharat Rozgar Yojana ABRY, Prime Minister's Employment Generation Program PMEGP, Deen Dayal Antyodaya Yojana National Urban Livelihoods Mission. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇക്കണോമിക് സർവേ 2021. ഓക്കെ, ഇനി അടുത്തത്, റീഡ് ദി ഫോളോയിങ് സെന്റൻസ്. അപ്പൊ നമുക്ക് ഓരോ സെന്റൻസ് ആയിട്ട് വായിക്കാം. എക്സ്പെൻഡിച്ചർ as per percentage of GDP on health and education by government of India has been on an increase since 2015. Second sentence, the total expenditure as a percentage of GDP on health and education by government of India has remained less than 8% in 2015. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഇതിൽ ശരി ഏത് തെറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക് സർവേ ആണ്. 65ാമത്തെ ചോദ്യം, from the following codes, select the 4 codes which are formulated by amalgamating 29 central labor laws as part of the labor market reforms in India during the year 2019 and 2020. അപ്പൊ ആ കോഡ്സ് ഒന്ന് വായിക്കാം. The code on wages 2019, the code on industrial welfare 2019, the occupational safety, health and working condition code 2020, the code on social security 2020, the farmers empowerment and protection code 2020, the industrial relation code 2020. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 and 5 are the right codes. അപ്പൊ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആണ്. അടുത്ത ചോദ്യം, എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദ 4 pillars ഓഫ് ദ പോളിസി ഫ്രെയിംവർക്ക് ഫോർ നവ കേരള ന്യൂ കേരള. അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്, എക്കോ സെൻസിറ്റീവ് ആൻഡ് റിസ്ക് ഇൻഫോംഡ് ലാൻഡ് യൂസ് ആൻഡ് സെറ്റിൽമെന്റ് അപ്രോച്ച്, പ്രൊമോട്ടിംഗ് നോളജ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. ഓപ്ഷൻ ഡി, ഹരിത ഭവനം ഗ്രീൻ ഹൗസ് പ്രോജക്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹരിത ഭവനം ഗ്രീൻ ഹൗസ് പ്രോജക്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ഡെവലപ്മെന്റ് റിപ്പോർട്ട് ആണ്. അടുത്ത ചോദ്യം, ദ ലിറ്ററസി പ്രോഗ്രാം ഫോർ മൈഗ്രന്റ് വർക്കേഴ്സ് ഇംപ്ലിമെന്റഡ് ഇൻ കേരള ഈസ് ഹമാരി മലയാളം, ചങ്ങാതി, അക്ഷരം, സ്വനിധി. അപ്പോ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചങ്ങാതി. അപ്പോ ഈ ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ആണ്. അടുത്തത്, among the following which state has the highest rate of infant mortality rate during the period 2015 to 2020? തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്. അപ്പോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എന്ന് പറയുന്നത് SRS ബുള്ളറ്റിൻ ആണ്. അടുത്ത ചോദ്യം, as per the Forest Survey of India report 2019, the percentage of forest cover to the total geographical area in India is 28.95%, 25.38%, 21.67% and 20.54%. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 21.67% ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. അടുത്തത്, as per the census of India 2011, the percentage of urban population in India is
ഓപ്ഷൻസ് 31.16%, 28.28%, 24.76%, 23.44%. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 31.16% ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സെൻസസ് ആണ്. അടുത്തത്, ഇഫ് എ എം ആൻഡ് ജി എം ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് A and B are 10 and 8 respectively, then the value of A and B are. അപ്പൊ മാത്തമാറ്റിക്സിലേക്ക് കടക്കാണ്, ആൾജിബ്ര ആണ്, അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനും. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. 4,4,4, 4,16, 4,-4, 5,15. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 4,16. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഹോൾ ആൻഡ് നൈറ്റിന്റെ ആൾജിബ്രയാണ്. അടുത്ത ചോദ്യം, the highest common factor and least common multiple of two numbers are 21 and 84 respectively. If the ratio of the two numbers are 1:4, then the larger of the two number is 48, 12, 84 and 108. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 84 ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബൈ RS അഗർവാൾ. അടുത്തത്, the income of a person is 3 lakhs in the first year and he receives an increase of Rs 10,000 to his income per year for the next 19 years. Find the total amount he received in 20 years. ഓപ്ഷൻ എ ആണ്, 79 lakhs ആണ്. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, AP. 74ാമത്തെ ചോദ്യം, limit x tends to 0, tan x by x is equal to dash. 0, 1, infinity and not defined. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. തോമസ് കാൽക്കുലസ് ആണ് ഇതിന്റെ സോഴ്സ്. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y by dx² the whole square plus x into dy by dx the whole raised to 5 plus x²y equal to 0. ഇതിന്റെ ഡിഗ്രി എത്രയെന്നാണ്. സോ ഈ ഒരു ഇക്വേഷന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. 2035 ഇത്രയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. 2 ആണ് ഉത്തരം. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. 76ാമത്തെ ചോദ്യം, ഇഫ് സിഗ്മ UN is a convergent series of positive terms, then limit n tends to infinity UN is. Answers 1, plus or minus 1, 0, none of these. അപ്പൊ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് റിയൽ അനാലിസിസ് ബൈ ശാന്തി നാരായൺ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 0. 27ാമത്തെ ചോദ്യം, 1 minus 1/2 plus 3/2 minus 1/4 plus etc. അപ്പൊ ഇത് എത്രയെന്നാണ്. അപ്പോ ആൻസർ log to the base e2, log to the base 10 2, log x, none of the above. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ log to the base e2, അതായത് നാച്ചുറൽ ലോഗരിതം ആണ്, log to the base e2 ആണ്. ഇത് മാത്തമാറ്റിക്കൽ അനാലിസിസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then next question, 78. Eccentricity of an ellipse is, ഒരു എലിപ്സിന്റെ eccentricity is equal to 1, e less than 1, e greater than 1, 0 less than, e less than 1. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 0 less than, e less than 1 ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SL ലോണി, കോർഡിനേറ്റ് ജോമെട്രി, NCERT ക്ലാസ് 11 മാത്തമാറ്റിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 79. കാൽക്കുലേറ്റ് root 1.01 minus root 0.99 correct to 6 decimal places. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ആൻസേഴ്സ് 0.01, 0.001, 0.012, 1.99. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, 0.01. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് RS അഗർവാൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന റെഫറൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to π/2 sin raised to 9 theta d theta. Answers 9/8, 8/9, 128/315, 315/128. ആൻസർ ആയിട്ട് വരുന്നത് 128/315 ആണ്. ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് BS ഗ്രിവൽ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the equation 2x plus y is equal to 5, x plus 3y is equal to 5, x minus 2y is equal to 0 have no solution, one solution, 2 solution, infinitely many solution. ഓക്കെ, അത് ലീനിയർ ഇക്വേഷൻ ആണ്. 1 സൊല്യൂഷൻ ആണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SL ലോൺലി ആൾജിബ്ര. 82ാമത്തെ ചോദ്യം, the series 1/1 raised to p plus 1/2 raised to p plus 1/3 raised to p plus etc. is convergent if. Options, p greater than 0, b p less than 0, c p greater than 1, d p less than or equal to 1. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ശാന്തി നാരായൺ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ്. ഓപ്ഷൻ സി p greater than 1 ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A bag contains 5 black and 6 red balls. Determine the number of ways in which the 2 black and 3 red balls can be selected. 100, 20, 200, 220. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് 200. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് RS അഗ്രവാൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. 84ാമത്തെ ചോദ്യം. The distance of the point 2,3 from the line x plus y is equal to 1 is 2 units, 3 root 2 units, 4 root 2 units, 2 root 2 units. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് 2 root 2 units ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് SL ലോണി കോർഡിനേറ്റ് ജോമെട്രി. അടുത്ത ചോദ്യം. ഇൻ എ കമ്മിറ്റി 50 people speak French, 20 speak Spanish and 10 speak both Spanish and French. How many speak at least one of these two languages? അതാണ് ക്വസ്റ്റ്യൻ. 50, 70, 30, 60. കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് 60. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വെൻ ഡയഗ്രാംസ് NCERT ക്ലാസ് 11. അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പ്യൂട്ടർ ജനറേഷൻ യൂസസ് എ കൺസെപ്റ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോർത്ത് ജനറേഷൻ ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ബൈ PK സിൻഹ. അടുത്ത ചോദ്യം. If f of x is equal to sin 2x by x if x not equal to 0 and 1 if x equal to 0 is a continuous function. Options: only in some cases. Option B, cannot be determined. Option C, continuous. Option D, not continuous. ഇപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കണ്ടിന്യൂസ് ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് തോമസ് കാൽക്കുലസ്. 88ാമത്തെ ചോദ്യം. Let y1 of x and y2 of x be the solution of the differential equation with initial condition y1 0 equal to 0, y2 0 equal to 1. Then അപ്പൊ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാനൊന്ന് വായിക്കാം. dy by dx is equal to y plus 17 ആണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ y1 and y2 will never intersect. y1 and y2 will intersect at x is equal to 17. y1 and y2 will intersect at x is equal to e. y1 and y2 will intersect at x is equal to 1. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, y1 and y2 will never intersect. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ബൈ ബോയ്സ് ആൻഡ് ഡി പ്രീമ. അടുത്തത്. The general solution of the differential equation dy by dx plus y by x equal to tan 2x is. Options: sin y by x is equal to cx, cos y by x is equal to cx, sin x by y is equal to cx, none of these. അപ്പൊ ഇതൊന്നുമല്ല, none of these ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് BS ഗ്രിവൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. 90ാമത്തെ ചോദ്യം. The function f such that f from z to z is defined by f of x is equal to x square is 1 to 1, 1 to, neither 1 to 1 or 1 to, bijective. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നെയ്തർ 1 to 1 or 1 to ആണ്. അപ്പോ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ബൈ റോസൻ. 91ാമത്തെ ചോദ്യം. Who among the following led the party of Akalis and Vaikom? ഓപ്ഷൻസ്: കൃപാൽ സിംഗ്, ഗുർചരൺ സിംഗ്, കപൂർ സിംഗ്, ബാബ ബന്ദ സിംഗ് ബഹദൂർ. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ കൃപാൽ സിംഗ് ആണ് ഉത്തരം. ഈ ഒരു ചോദ്യത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എ ശ്രീധര മേനോൻ, കേരള ഹിസ്റ്ററി. അടുത്തത്. Though intelligent and educated men were not wanting among the members of Ezhava community, not one of them held an appointment carrying a salary of Rs 5 or more. This statement about Ezhava at the end of 19th century was first made in which of the following document? Ezhava Memorial 1895, Ezhava Memorial 1895, Ezhava Memorial 1900, Travancore Memorial 1891, Travancore Census 1891. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ട്രാവൻകൂർ മെമ്മോറിയൽ 1891. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി SCERT. 93ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പേഴ്സ് വാസ് പബ്ലിഷ്ഡ് ഫ്രം ട്രിവാൻഡ്രം? മുസ്ലിം, സമാദർശി, അലമീൻ, മലയാളി രാജ്യം. അപ്പോ മലയാള രാജ്യം. അപ്പോ ഇതിന്റെ ഓപ്ഷൻ എന്ന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സമാദർശി. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ജേർണലിസം ഹിസ്റ്ററി. 94ാമത്തെ ചോദ്യം. Of the human species is even a Brahmin born?
as is the pariah too. Where is the difference then in caste as between man and men? This verse is taken from Kundalini Patta, Jati Nirnayam, Jati Lakshanam, ചണ്ടാല ഭിക്ഷുകി. അപ്പോ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജാതി നിർണയം. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മലയാളം ലിറ്ററേച്ചർ SCERT. 95-ാമത്തെ ചോദ്യം, ധർമ്മകലാശാല വർക്ക്മാൻ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി was envisaged and founded by. ഓപ്ഷൻസ് സ്വാമി ധർമ്മതീർത്ഥൻ, ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി നടരാജഗുരു, ഓപ്ഷൻ ഡി ഡോക്ടർ പി പൽപു. കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ പി പൽപു. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള റിനൈസൻസ് SCERT ആണ്. 96, ഹു ഓതേർഡ് ദ ബുക്ക് റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ്? ഓപ്ഷൻസ് GP പിള്ളൈ, ദാദാഭായ് നവറോജി, സുബ്ബറാവ്, TM നായർ. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, GP പിള്ളൈ. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സ്പെക്ട്രം. 97, ദ പൈനിയർ ഓഫ് ഇസ്ലാഹി മൂവ്മെന്റ് ഇൻ കേരള? മൊയ്തു മൗലവി, ഫസൽ പൂക്കോയ തങ്ങൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ചാലക്കത്ത് കുഞ്ഞു മുഹമ്മദ് മൗലവി. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി SCERT. 98-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? അപ്പോ സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നായിട്ട് നമുക്ക് വായിക്കാം. ദമനകം ഇസ് എ മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് ഷേക്സ്പിയർസ് ഡ്രാമ മാക്ബത്ത്. കാലഹിനി ദമനകം വാസ് റിട്ടൺ ബൈ കൊച്ചുണ്ണി തമ്പുരാൻ. കാലഹിനി ദമനകം വാസ് എ മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ ടാമിംഗ് ഓഫ് ദ ഷ്ട്രിയു. ആൻഡ് കാലഹിനി ദമനകം വാസ് റിട്ടൺ ബൈ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അപ്പോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ 3 and 4 ആണ്. അപ്പോ ഈ ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് മലയാളം ലിറ്ററേച്ചർ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ആണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേരമാർ മഹാജന സഭ വാസ് ഫൗണ്ടഡ് ബൈ KP കുറുപ്പൻ, പാമ്പാടി ജോൺ ജോസഫ്, KP വല്ലോൺ, അയ്യങ്കാളി. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേരള സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ് ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following quadruple are the members of quadrilateral security dialogue quad? അപ്പോ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ചൈന, ജപ്പാൻ, USA, ഓസ്ട്രേലിയ, ജപ്പാൻ, USA, ഇന്ത്യ, ഫ്രാൻസ്, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഇന്ത്യ, USA, ഓസ്ട്രേലിയ, ജപ്പാൻ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യ, USA, ഓസ്ട്രേലിയ, ജപ്പാൻ. ഈ ഒരു ക്വസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് NCERT പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ സോഴ്സും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ടെക് PSC ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് ഫോർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ആയിരിക്കും. മാത്രമല്ല ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ടോപ്പിക് വൈസ് എക്സാമുകളും ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകളും അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ റാങ്ക് ലിസ്റ്റിൽ എത്തുന്നവർക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.